ഫാദർഹുഡ് അതൊരു ഭയങ്കര റെസ്പോൺസിബിലിറ്റി ആണ് അല്ലേ? പക്ഷെ പിതൃത്വം എന്നത് കൽപ്പനകൾ അടിച്ചിറക്കലും തൻ്റെ അഭിപ്രായം മാത്രമാണ് ശരി എന്ന് പറഞ്ഞു വെക്കലൊന്നും അല്ലല്ലോ. പോറലുകൾ ഒന്നും ഏൽക്കാതെ മക്കളുടെ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കാൻ സാധിക്കണം. ചിലപ്പോൾ നമ്മുടെ വീക്ഷണപ്രകാരം അവർ ചെയ്യുന്നത് തെറ്റായിരിക്കാം, പക്ഷെ മനുഷ്യന് അവൻ്റെതായ സ്വന്തം തെറ്റുകൾ ചെയ്യാൻ അവകാശമുണ്ട് എന്നതാണ്. അപ്പോൾ മാത്രം പഠിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. ഉപദേശത്തേക്കാൾ ഫലവത്തായ അനുഭവത്തിന്റെ പാഠം അപ്പോഴേ അവർക്ക് ലഭിക്കൂ. ജീവിതം മനസ്സിലാക്കാൻ ഉപകരിക്കുന്ന തെറ്റുകളെക്കുറിച്ചാണ് പറഞ്ഞത്. പിതാവിന്റെ ദൗത്യവും മക്കളെ ജീവിതത്തെ നേരിടാൻ പ്രാപ്തരാക്കുക എന്നത് തന്നെയല്ലേ, അല്ലാതെ ജീവിതത്തെക്കുറിച്ച് ഭീതി ജനിപ്പിച്ച് ജീവിക്കാൻ തന്നെ സമ്മതിക്കാതിരിക്കുക എന്നതല്ലല്ലോ. മകനെ തെറ്റ് ചെയ്യാൻ സമ്മതിക്കാതിരിക്കുകയല്ല പിതാവിന്റെ ജോലി, ചെയ്ത തെറ്റിന്റെ വലിപ്പം പറഞ്ഞു കൊടുക്കാനുള്ള അനുയോജ്യമായിട്ടുള്ള സമയം അറിയലാണ്. വീഴാതിരിക്കാൻ എപ്പോഴും മകനെ പിടിച്ചുകൊണ്ടേയിരിക്കലല്ല പിതാവിന്റെ ജോലി, വീണിടത്ത് നിന്ന് രണ്ടാമതും എഴുന്നേൽക്കാനായി നീളുന്ന കൈയാവലാണ്. അട്ടഹാസങ്ങൾ കൊണ്ടോ ഉപരോധം കൊണ്ടോ ഒന്നുമല്ല മക്കളുടെ ഹൃദയങ്ങളിൽ പിതാക്കന്മാരുടെ ഉപദേശങ്ങൾ രൂഢമൂലമാവുന്നത്. മറിച്ച് മകന് ഉപദേശം ആവശ്യമുള്ള സമയത്ത് അത് അറിഞ്ഞ് പറയുമ്പോഴാണ്. തളരുമ്പോൾ അവന് ചായാനൊരു ഇടവും അവനെ കേൾക്കാൻ ഒരു കാതും നമ്മളാവണം. കാണുമ്പോൾ മക്കൾ ദൂരെ ദൂരെ ഓടിപ്പോകുന്നൊരു പിതാവായി മാറരുത് നമ്മൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ തന്നെയാണ് അതിന് അത്യുത്തമ മാതൃകയുള്ളത്. ഫജ്ർ നമസ്കാരം നടന്നുകൊണ്ടിരിക്കെ ജനങ്ങൾക്ക് മുമ്പാകെ ഞാൻ എൻ്റെ മുൻ ഭർത്താവിന് അഭയം നൽകിയിരിക്കുന്നു എന്ന് സൈനബ് റളിയല്ലാഹു അൻഹ ശബ്ദമുയർത്തി വിളിച്ചു പറഞ്ഞപ്പോൾ സാവധാനം നമസ്കാരം പൂർത്തീകരിക്കുകയും ഞാൻ ആ കാര്യങ്ങളൊന്നും അറിഞ്ഞില്ല എന്ന് ജനങ്ങൾക്ക് വിശദീകരണം കൊടുക്കുകയും ചെയ്ത ശേഷം മകളുടെ അടുക്കൽ ചെന്ന് കാര്യങ്ങൾ രമ്യമായി സംസാരിക്കുകയും ചെയ്യുന്ന വിവേകിയായ പിതാവായിരുന്നു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ജനങ്ങൾക്കിടയിൽ തന്നെ അവഹേളിച്ചെന്ന പേരിൽ മകളെ ശകാരിക്കുകയോ സമ്മതം ചോദിക്കാത്തതിന് അവളെ ആക്ഷേപിക്കുകയോ ഒന്നും ചെയ്തില്ല. പിതാവ് തനിക്ക് നൽകുന്ന സവിശേഷമായ സ്നേഹമായിരുന്നു സൈനബ് റളിയല്ലാഹു അൻഹയുടെ അധികാരത്തിന്റെ ആ സ്രോതസ്സ്.